ഫോണില് ആ മൊബൈൽ ടോർച്ച് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ആ ടോർച്ച് ഒന്ന് ഓണാക്കി എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും എടുക്കുക. മണിച്ചേട്ടന് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് എല്ലാവരുടെയും ഫോൺ ടോർച്ച് ഒന്ന് ഓണാക്കുക. പ്രിയമുള്ളവരെ, നാടോടിപ്പാട്ടിന്റെ പ്രിയപ്പെട്ട രാജകുമാരൻ എന്നതിനപ്പുറം പച്ചയായ മനുഷ്യനും നിരവധി ആളുകൾക്ക് ജീവിത കൈത്താങ്ങായിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. ഒരു കലാകാരൻ എന്തായിരിക്കണം, എന്തായിത്തീരണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. കലാകാരൻ പൊതുസ്വത്താണ്, ആനുകാലിക വിഷയങ്ങൾ കൃത്യമായി ഇടപെടുന്നവനാണ് എന്ന് നമുക്ക് സൂക്ഷ്മം പറയാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരേ ഒരു മനുഷ്യൻ മലയാള സിനിമയ്ക്ക് അപ്പുറം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ വലിയ ബ്രേഡ് കുറിച്ച പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വിയോഗമാണ് ഇന്നേ ദിവസം. ഇന്ന് മണിച്ചേട്ടന് വേണ്ടി എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒന്ന് ടോർച്ച് തെളിയിച്ചൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ സൈഡിൽ കൂടി എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മണിച്ചേട്ടനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ മണിച്ചേട്ടൻ നമുക്ക് പാടി തന്നിട്ടുള്ള പാട്ടുകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി അനവധി പാട്ടുകൾ മണിച്ചേട്ടൻ തന്നിട്ടുണ്ട്. അതില് കുറച്ച് പാട്ടുകൾ ചേർത്തുകൊണ്ടൊരു അടിച്ചുപൊളി പാട്ടുകൾ മാത്രം ചേർത്തുകൊണ്ടൊരു ചെയിൻ സോങ്ങിലേക്ക് പോകണം. ഇഷ്ടമല്ല മണിച്ചേട്ടൻ? എല്ലാവർക്കും നല്ലൊരു ഗൈഡ് തരാം മണിച്ചേട്ടന് വേണ്ടിട്ട്. വരിക്കച്ചക്കട ചൊള്ള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, വരിക്കച്ചക്കട ചൊള്ള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊട്ടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായോ, വരിക്കച്ചക്കട ചൊള്ള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. വരിക്കച്ചക്കട ചൊള്ള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊട്ടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായോ, ചാത്തുള്ളി മുന തുള്ളതുള്ളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, ചാത്തുള്ളി മുന തുള്ളതുള്ളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ.
ഈ ദേശത്തിൻ്റെ കാവലാളായ നിഗ്രഹാനുഗ്രഹ ശക്തിയായി നിലകൊള്ളുന്ന ഒല്ലാൽ ദേവസ്വം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊല്ലം ചെമ്പരത്തി ക്രിയേഷൻസിന് ഒരു എളിയ കലാവിരുന്ന് അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ ബഹുമാന്യരായ മുഴുവൻ സംഘാടകർക്കും, വിശിഷ്യ ചെമ്പരത്തി എന്നും ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ അഭിതകാംക്ഷിയും സുഹൃത്തുമൊക്കെയായ ശ്രീ റോയൽ മധു, അദ്ദേഹത്തോടും ഒപ്പമുള്ള സഹപ്രവർത്തകരോടുമുള്ള ഹൃദയംഗമമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ സാധാരണ ഉത്സവപ്പറമ്പുകളിൽ ആൾക്കൂട്ടം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഈ സമയങ്ങളിൽ ഇരിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോലും മികച്ച സംഘാടന ശേഷി കൊണ്ടാവാം ധാരാളം സ്ത്രീകളും കുട്ടികളും കുടുംബമായി ഈ വേദിക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഇത് നിലനിന്നു പോകുന്നതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ ഞങ്ങളെ ശ്രമിച്ചതിനുള്ള ഹൃദയംഗവുമായ നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നല്ലൊരു കൈഡി നൽകണം. സന്തോഷം. നിങ്ങളുടെ വാമൊഴിയിലൂടെ ഈ പരിപാടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കഴിയുമെങ്കിൽ ഞങ്ങളെയും അറിയിക്കണം. കൂടുതൽ വേദികൾ നൽകുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. നിർഭാഗ്യവശാൽ ഒരു ഇടനിലക്കാരൻ്റെ സഹായം ഞങ്ങൾക്ക് തീരെയില്ല എന്ന് വേണം പറയാൻ. പ്രോഗ്രാം ഏജൻസികൾ ഞങ്ങളെപ്പോലുള്ള സമിതികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി, ഈ പരിപാടി നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവേത് മറ്റൊരാളോടുകൂടി അത് പറയണമെന്നും കൂടുതൽ വേദികൾ ഈ കലാപ്രവർത്തകർക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ എന്നും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ പാടിയവരെയും കൊട്ടിയവരെയും ആടിയവരെയും ഒക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. പാട്ടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അവസാന സെഗ്മെൻ്റായി എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ പാട്ടിനെ കുറിച്ച് വിശാലമായി പറയാനോ അങ്ങനെ പറഞ്ഞ് സമയം കളയാനോ ഒന്നും പോകാതെ പരമാവധി പാട്ടുകൾ പാടാനാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയബന്ധിതമായി പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.